പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള അനുവാദം സ്ത്രീകൾക്ക് നൽകണമെന്ന് പണ്ട് മുതൽ തന്നെ ഓരോ കോണുകളിൽ നിന്നും ഉയരുന്ന കാര്യങ്ങളാണ്. ഇതിനെതിരെ മിക്ക സംസ്ഥാനങ്ങളിലെയും സർക്കാർ ഒരക്ഷരം പോലും മിണ്ടാറില്ല. അതായത് വോട്ട് ബാങ്ക് ഭയന്നാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെ ലക്ഷ്യം സ്ത്രീകൾ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടണമെന്നാണ്. മുസ്ലിം സ്ത്രീകൾ പൊതുസമൂഹത്തിൽ മുൻപന്തിയിൽ വരുന്നത് തന്നെ ഇവർക്കൊരു ഹറാമാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നത് സംബന്ധിച്ച ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ തന്നെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന വിധി കോടതി പുറപ്പെടുവിക്കരുതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വന്നത്. പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയാണെന്ന് ബോർഡ് വ്യക്തമാക്കി. ഇതിൽ സുപ്രീം കോടതിക്ക് ഒരു തീരുമാനവും പുറപ്പെടുവിക്കാനുള്ള അല്ലെങ്കിൽ ഒരു വിധിയും പുറപ്പെടുവിക്കാനുള്ള അധികാരമൊന്നും ഇല്ല എന്നാണ് ഈ പള്ളി കമ്മിറ്റികൾ നേരത്തെ വ്യക്തമാക്കിയത്. ശബരിമല യുവതി പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിനെയാണ് ബോർഡ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. നിലവിൽ യു-ടേൺ എടുത്തിരിക്കുകയാണ് മുസ്ലിം ബോർഡ് സംഘടനകൾ. മുസ്ലിം ബോർഡ് പറയുന്നത് മുസ്ലിം പള്ളികളിൽ നിന്നും സ്ത്രീകളുടെ പ്രവേശനത്തിന് വിലക്കില്ല എന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പള്ളികളിൽ വരുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനുള്ള യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും, അതായത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനുള്ള യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും, എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്ന് നിർബന്ധമില്ല, വീട്ടിൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല എന്നാണ് സുപ്രീം കോടതി മുമ്പാകെ അഭിഭാഷകൻ പറഞ്ഞത്. നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് പ്രധാന കൂട്ടായ്മകളുടെ ഭാഗമാകേണ്ട കാര്യമില്ല എന്നും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് പൂർണ്ണമായും ഇവർ ഉറച്ചു നിൽക്കുന്നില്ല, ആവാം ആവാതിരിക്കാം, അതായത് പള്ളിയിൽ വന്ന് നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം എന്നിങ്ങനെ 2 വള്ളത്തിലും കൂടെ ചവിട്ടുന്ന രീതിയിലാണ് ഈ മുസ്ലിം സംഘടനകൾ നിൽക്കുന്നത്. ഇസ്ലാം എന്നത് പൂർണ്ണമായും എഴുതപ്പെട്ട ഒരു മതമാണ്. അതിൽ നിഷിദ്ധമായതും നിർബന്ധവും ശുപാർശ ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങൾ വ്യക്തവും വിശദവുമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇസ്ലാമിന് കീഴിലുള്ള മതപരമായ ആചാരങ്ങൾ നന്നായി തരംതിരിച്ചിട്ടുണ്ടെന്നും ERP ടെസ്റ്റ് പ്രയോഗിക്കുമ്പോൾ ഈ ഘടന ശരിയായി മനസ്സിലാക്കണമെന്നും മുസ്ലിം ബോർഡിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഷംഷാദ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ശബരിമല പരാമർശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെയാണ് ഈ വാദങ്ങൾ ഉന്നയിച്ചത്. സ്ത്രീകൾക്ക് പള്ളിയിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ പ്രാർത്ഥിക്കാനുള്ള അനുവാദം നൽകണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു റിട്ട് ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാദങ്ങൾ ഉന്നയിച്ചത്. ഒരു പള്ളിക്ക് ഒരു ശ്രീകോവിൽ ഇല്ലാത്തതിനാൽ അതിനുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കാനോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനുള്ള അവകാശം അത് അവകാശപ്പെടാനോ ഒരു വ്യക്തിക്കും കഴിയില്ല എന്നാണ് ഷംഷാദ് കോടതിയിൽ വാദിച്ചത്. സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടോ എന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചപ്പോൾ സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല എന്ന് ഇസ്ലാമിക വിഭാഗങ്ങൾക്കിടയിൽ സമവായമുണ്ടെന്നാണ് ഷംഷാദ് വാദിച്ചത്. വാദം പൂർത്തിയായാലുടൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ ഒരു വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.